ഈ സാധനങ്ങളൊക്കെ കണ്ടില്ല, അതൊക്കെ ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ 1 കിലോന് പോലും ആയിട്ടില്ല കേട്ടോ. അത്രയും സാധനം ഉണ്ട്, അത് 1 കിലോനും കൂടി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ അതാ ഇവിടെ ഇനി പണി തീർക്കാനുള്ളതുണ്ട് ഒരുപാട്. ഇത് പണി തീർന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വൈറ്റ് ഇഞ്ഞും എടുക്കാണ്ട്. പിന്നെ ഈ സാധനം ഇതാ ആ വൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ മേലെന്ന് എടുത്ത വൈറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് പ്രൊസീജിയർ, അതിലുള്ള വൈറ്റ് ആണ്. ഈ സാധനം ഓയിൽ ഊറ്റാനാണ് എടുക്കുക. ഇതിമെന്നാണ് ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ നമ്മൾക്ക് കിട്ടുക കേട്ടോ. പിന്നെ അതാ കവറിൽ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓയിൽ ഊറ്റാനുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ കിട്ടണ സംഭവമാണിത്. ഇത് പിന്നെ പോയിക്കാൻ വേണ്ടിയിട്ട് ബഹൂർ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഇതിമെന്ന് ഓയിൽ ഊറ്റെടുക്കൽ സ്വാഭാവികമായിട്ട് കുറവാണ്. കാരണം ഓയിൽ ഊറ്റുന്നതിലേറെ മാർക്കറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര ഉണ്ടാക്കണ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ഇതുപോലെ വീടൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയിട്ട് മനോഹരമായിട്ട് അതിൻ്റെതായ ഒരു എന്താ പറയുക ബാമ്പുലാണ് മൊത്തം ചെയ്തിരിക്കണേ. പക്ഷെ ഭയങ്കര രസം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ നാട്ടിലാണ് ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസോർട്ടിലൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഒരു നല്ല കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മിനിമം 2000 റുപ്യെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ദിവസം റെൻ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. നല്ല വൈബ് വെച്ചാൽ നല്ല വൈബ് കൊണ്ട് നോക്കുകയാണെങ്കിൽ പൊള്ളി വൈബ് കേട്ടോ, പൊള്ളി വ്യൂ. പുറത്തേക്ക് നോക്കിയാലേ ആ ഒരു ഗ്രാമീണ വൈവിധ്യം നമുക്ക് വേറെ തന്നെ അങ്ങോട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ വൈക്കോല് കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചത് നല്ല കൂളിംഗ് ആയിരിക്കും. അങ്ങനെ ഓയിൽ ഉണ്ടാക്കണ ഒരു ഇതിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതാ വലിയൊരു റമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിतना लीटर का है? 60 kg. 60 kg. 60 kg. ഇതിൻ്റെ കോയിൽ ഉപയോഗിക്കണം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കോയിൽ ഉപയോഗിക്കണേ. പിന്നെന്താ ഇത് ഇപ്പോൾ ഊറ്റിയെടുത്താണ് കേട്ടോ. ഇതിമെന്നാണ് കേട്ടോ ബഹൂർ ഉണ്ടാക്കുക. നമ്മൾ ഇത് ഓയിലിട്ട് കണ്ട് ബഹൂർ ഉണ്ടാക്കാൻ പറ്റുക. ഇതിൽ നല്ല ഓയിലിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഓയിലിൻ്റെ മണം വന്നിക്കണേ, അടിപൊളി. ഈ സാധനത്തുമെന്നാണ് നമ്മൾ പിന്നെ ഇതിൽ ഓയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡ്രമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബഹൂർ ഉണ്ടാക്കാൻ പറ്റും. നമ്മളവിടെ പുഴക്കാൻ കിട്ടുന്ന ചെറിയ റേറ്റിൻ്റെ സാധനമല്ലേ, അത് ഈ സാധനത്തുമ്പോൾ കേട്ടോ ഉണ്ടാക്കണത്. ഇതിപ്പോൾ ചണ്ടി വയ്ക്കണില്ലേ, ഈ ചണ്ടി സാധനം ഇപ്പോൾ അവിടെ ഓയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇതൊരു പ്രൊസീജിയറാണ്. ഇങ്ങനെ ഈ ടോപ്പ് ഇതിൻ്റെ മേലെ വെക്കും. ആ പൈപ്പ് കൂടി ഈ റമ്മുക്ക് സാധനം വരും, നീരാവിട്ടോ. അതായത് ചാരായം മാറ്റുന്ന ആ ഒരു രീതി നമ്മൾ കുറേ സ്ഥലത്ത് പിടിച്ചോടത്തൊക്കെ കണ്ടുക്കണില്ലേ, അതേപോലെ ആ സാധനം പിന്നെ നീരാവായിട്ട് തീക്ക് വരും. പിന്നെ അതിന് തീക്ക് വരും, ഇങ്ങനെ ഊറിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൽ സാധനങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഇതിന്ന് ഇതിക്ക് ഊറും, പിന്നെ ഇതിന്ന് ഇതിക്ക് ഊറും. പിന്നെ ഇവിടെ ചെറിയ വെച്ച് കണ്ട് അതിക്ക് ഫിൽറ്റർ ആയിട്ട് വരും കേട്ടോ. പിന്നെ ആ സാധനം നമ്മൾ കൈയ്യായിട്ട് ഇങ്ങനെ വടിച്ചെടുത്ത് കണ്ട് പിന്നെ ആ വടിച്ചെടുക്കണ മേലെ ഇങ്ങനെ പാടായിക്ക് എടുക്കും ഓയിൽ. ആ ഓയിൽ പിന്നെ ഇങ്ങനെ വടിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ആണ് മാർക്കറ്റിൽ എത്തിക്കട്ടോ. ആണ് പ്യുവർ ഓയിൽ. ये बहूर है ना।